എറണാകുളം മലയാറ്റൂരിലെ ചിത്രപ്രിയ കൊലക്കേസിലെ പ്രതി അലന്റെ സുഹൃത്തിനായി അന്വേഷണം ആരംഭിച്ച പോലീസ്. അലനെ രക്ഷപ്പെടാൻ സഹായിച്ചത് സുഹൃത്താണെന്നാണ് പോലീസ് പറയുന്നത്. കൊലപാതകത്തിന് ശേഷം അലന് രക്ഷപ്പെടാൻ ബൈക്ക് എത്തിച്ചു കൊടുത്തത് സുഹൃത്താണ്. റബ്ബർ തോട്ടത്തിൽ വെച്ച് ചിത്രപ്രിയയെ തലക്കടിച്ച് വീഴ്ത്തിയ ശേഷം മറ്റൊരു ബൈക്കിലാണ് പ്രതി രക്ഷപ്പെട്ടതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അലി അക്ബർ ഷാ ചേരുന്നു. അലി, അന്വേഷണം ഏതു വഴിക്കാണ് പോകുന്നത്? റോഷ്നി, ശ്രുതി, വളരെ ഞെട്ടിച്ച ഒരു കൊലപാതകമായിരുന്നു ഈ മലയാറ്റൂരിലെ ചിത്രപ്രിയയുടെ കൊലപാതകം. ചിത്രപ്രിയയെ ഡിസംബർ 6-നാണ് വീട്ടിൽ നിന്നും കാണാതാകുന്നത്. പിന്നീട് ദിവസങ്ങൾക്കുള്ളിൽ വീടിന് സമീപത്തുള്ള റബ്ബർ തോട്ടത്തിൽ വെച്ച് ചിത്രപ്രിയയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിനാണ് സുഹൃത്തായിട്ടുള്ള അലനിലേക്ക് പോലീസ് സംഘം എത്തിയത്. അലനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് അതിക്രൂരമായ കൊലപാതകത്തിന് കാരണം മറ്റൊരു യുവാവുമായി ചിത്രപ്രിയയ്ക്ക് ബന്ധമുണ്ട് എന്ന അലന്റെ സംശയമാണ് എന്ന വിവരം പുറത്തുവന്നത്. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അലന് സഹായം എത്തിച്ചു നൽകിയ സുഹൃത്തിനായി തെരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ് പോലീസ്. ആ ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗം, അതായത് ആ കൊലപാതകം നടന്ന ഭാഗത്തു നിന്നും റബ്ബർ തോട്ടത്തിൽ നിന്നും ചിത്രപ്രിയയുടെ തലയ്ക്ക് കല്ലുകൊണ്ട് അടിച്ച് തകർത്ത ശേഷം അലൻ അവിടെ നിന്നും പിന്നീട് രക്ഷപ്പെടുന്നത് മറ്റൊരു ബൈക്കിലാണ്. ഈ ബൈക്ക് എത്തിച്ചു നൽകിയത് ഈ സുഹൃത്താണ് എന്നതാണ് പോലീസിന്റെ നിഗമനം. ഇയാൾക്കായി ഊർജിതമായ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ബാംഗ്ലൂരിലേക്കും അന്വേഷണ സംഘത്തിലെ ഒരു ടീം ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ബാംഗ്ലൂരിൽ വിദ്യാർത്ഥിനിയായിരുന്നു മരിച്ച ചിത്രപ്രിയ ലീവിന് വന്ന സമയമായിരുന്നു. ആ സമയത്താണ് ഇത്തരത്തിൽ അതിക്രൂരമായ ഒരു കൊലപാതകം അലൻ നടത്തുന്നത്. എന്തായാലും വളരെ നിഷ്ഠൂരമായ കൊലപാതകത്തിന്റെ കൂടുതൽ ചുരുളഴിക്കാനുള്ള ശ്രമത്തിലാണ്, നീക്കത്തിലാണ് പോലീസ് നിലവിൽ. റോഷ്നി, ശരി, അലി അക്ബർ ഷായാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകിയത്.